ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന മൂവിയുടെ ബ്ലൂറേ ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഗ്രാവിറ്റി 2013 ഇറങ്ങിയ സൈഫൈ ത്രില്ലർ ഫിലിമാണ്. അൽഫോൺസോ കൊറോണാണ് ഡയറക്ടർ. സാൻഡ്ര ബുള്ളക്കാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം ഇതിൽ പ്ലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓഡിയോ വീഡിയോ എല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് 2 അസ്ട്രോനോട്ട്സ് ഒരു സ്പേസിൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് എർത്തിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് അവർ വരുന്ന സ്പേസ് ഷട്ടിൽ ഡാമേജ് ആവുന്നതും അവർക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അറൗണ്ട് 90 മിനിറ്റ്സ് ഇതിൻ്റെ റൺ ടൈം ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ്സ് എല്ലാം പോയിട്ട് അറൗണ്ട് 85 മിനിറ്റ്സിൻ്റെ ഒരു ഫാസ്റ്റ് കട്ട് മൂവിയാണ് ഗ്രാവിറ്റി. ഇതിൽ 90 മിനിറ്റിൽ അറൗണ്ട് 80 മിനിറ്റ്സും സ്പേസിലാണെന്ന് പറഞ്ഞു. അത് ഫുള്ളി VFX ആണ്. ബ്രിട്ടീഷ് കമ്പനിയായ ഫ്രെയിം സ്റ്റോർ അറൗണ്ട് 3 വർഷത്തിന് മേളിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ 80 മിനിറ്റ്സിൻ്റെ ഫുട്ടേജ് റെഡിയാക്കിയത്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ ഒരുപാട് നോമിനേഷൻസ് വന്ന മൂവിയാണ് ഗ്രാവിറ്റി. ഇത് UK എഡിഷൻ ആണ്. റീജിയൻ ഫ്രീ ആയിട്ടുള്ള എഡിഷൻ തന്നെയാണ്. നോർമലി UK എഡിഷൻ ചില സമയത്ത് റീജിയൻ B ലോക്ക്ഡ് ആയിട്ട് വരാറുണ്ട്. ഇത് റീജിയൻ ഫ്രീ ആയിട്ട് തന്നെയാണ് വന്നത്. ഇതിൽ 2D മാത്രമേ ഉള്ളൂ. 3Dക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവി കൂടിയാണ് ഗ്രാവിറ്റി. ഇതിൽ DTSന്റെ മാസ്റ്റർ ഓഡിയോ 5.1 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ എഡിഷൻ 2015 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ സ്റ്റീവൻ സ്പ്രൈസിന്റെ സ്കോർ ഇല്ലാത്തൊരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അത് പക്ഷേ ഡോൾബി ഡിജിറ്റലിന്റെ ഓഡിയോയിൽ മാത്രമേ വന്നിട്ടുള്ളൂ ആ സ്പെഷ്യൽ എഡിഷൻ. അതായത് സ്പേസ് എഡിഷൻ എന്നാണ് അതിന് പറയുന്നത്. കാരണം ഇവർ സ്പേസിൽ സൗണ്ട് ഇല്ലല്ലോ. അപ്പം നമ്മൾ ആ ട്രാക്കാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതിലില്ല. ആ ട്രാക്കാണ് ആ സ്പെഷ്യൽ എഡിഷനിൽ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മ്യൂസിക് തന്നെ കാണത്തില്ല. അത്രയും റിയൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്, അത്രയും റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കാണത്. അത് പക്ഷേ ഡോൾബി ഡിജിറ്റൽ 5.1 മാത്രമേ ഉള്ളൂ. ഞാനത് പ്രിഫർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്ന ഒരു എഡിഷൻ ഉണ്ട്. അതിൻ്റെ ഡയമണ്ട് ലക്സ് എഡിഷൻ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ DTS 5.1 ട്രാക്ക് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിന് ഒരു പടി മേളിലായിരിക്കും ആറ്റ്മോസ് ട്രാക്കുള്ള എഡിഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു 4K അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4Kയിൽ എന്തായാലും ഈ 2 ട്രാക്കുകളും കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ ഡാറ്റ ഒന്നും വന്നിട്ടില്ല. ഇതിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സിലും ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമും കൂടിയുണ്ട്. അതിന് ഈ മൂവിക്കായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. Mấy trời ấy không gì? No, my name is Don Mayday. I'm Stone. Dr. Brian Stone, I need help. Như vậy ba. You know. Tình bị cha mình đi qua nhau, tính bị ba tập. Wow! ഇനി മൂവിയുടെ വീഡിയോ സൈഡിലേക്ക് വരുമ്പോഴേക്കും ബ്ലൂറേയിൽ വരുമ്പോൾ എന്തായാലും HDR കാണത്തില്ല. പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങളിൽ സ്പേസ് ആണ് കാണിക്കുന്നത്. അപ്പം ഹാഫ് ഓഫ് ഇപ്പോൾ എർത്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ ഫുള്ളി ഡാർക്ക് ആയിട്ടുള്ള പോർഷനാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 4K അപ്ഗ്രേഡ് വരുമ്പോഴേക്കും അത്രയും ഡെപ്ത് ഉള്ള ഒരു വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് മോശമൊന്നല്ല, പക്ഷേ സ്റ്റിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ ബ്ലാക്സിൻ്റെ ഡിഫറൻസ്. പിന്നെ ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു 3D ഫിലിമായിട്ട് തന്നെ മനസ്സിൽ കണ്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. കാരണം സ്ക്രീൻ പ്ലേയിൽ പല സീൻസ് കാണിക്കുമ്പോഴും 3D പോപ്പ് ഔട്ടിന് റെഫർ ചെയ്തിട്ടുള്ള കുറേ സീൻസ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ കാണിക്കുന്നത് ഇവർ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നതാണ് സ്പേസ് സ്റ്റേഷനിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ബോൾട്ട് ഇളകി വരും. ആ ബോൾട്ട് ആക്ച്വലി സ്ക്രീനിന് അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു 3D സെറ്റപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3D തിയേറ്ററിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഡെപ്ത് ഫീൽ ചെയ്യുന്ന ഒരു ഷോട്ടായിരിക്കും അത്. കാരണം 2D തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം 2Dയിൽ കാണുമ്പോഴുള്ള ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. കാരണം ഇത് എൻ്റെ ഒരു പണ്ടുണ്ടായിരുന്ന എഡിഷനാണ്. ഇത് 3D എഡിഷനാണ് ആക്ച്വലി. ഇതിൽ 3D+2D ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ഈ 2D ആണ് ഇതിനകത്തിരിക്കുന്ന. ഇതിൽ വേറെ എഡിഷനാണ്. ഇത് ഇന്ത്യൻ എഡിഷനാണ് ആക്ച്വലി. ഇതിൽ ഡിഫറെൻറ്റ് ഡിസ്ക്കാണ്. ഞാൻ മറ്റേ സാമ്പിളിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ ആ ഡിസ്ക് ഡിഫറൻസ്, ചെറിയൊരു ഇമേജ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് എംബ്ലോയും കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ട്. അതേ സമയത്ത് ഇത് 3D എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്ക്കാണ്. 3D ഒള്ളി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ക് നിങ്ങൾക്കൊരു 3D എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലെയറിലും മാത്രമേ വർക്ക് ആവത്തുള്ളൂ. പ്ലസ് അതിനൊരു സെറ്റപ്പ് കൂടി വേണ്ടി വരും. പ്രൊജക്ടറോ 3D സപ്പോർട്ട് TV വേണ്ടി വരും. 3D സപ്പോർട്ട് TV ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല. സ്റ്റിൽ 3D സപ്പോർട്ടായിട്ട് പ്രൊജക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ 3Dയുടെ കൈ എടുത്ത് പറയാൻ കാര്യം, കാരണം ഈ മൂവിയിലെ പല ഷോർട്സിൽ ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ബോൾട്ടിൻ്റെ സീനായാലും, ഒരു പല്ല് സെറ്റ് ഇങ്ങനെ തെറിച്ച് വരുന്ന സീനായാലും ശരി, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനിൽ ഒരു കണ്ണുനീർ തുള്ളി മുന്നോട്ട് വരുന്ന സീനായാലും വളരെ എവിഡൻ്റ് ആയിട്ട് 3D ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇനി ഓഡിയോയുടെ സൈഡിലേക്ക് വരുമ്പോൾ DTSന്റെ മാസ്റ്റർ ഓഡിയോ 5.1 ആണ് ഓൾറെഡി പറഞ്ഞു. അറ്റ്മോസ് ഇല്ല. അറ്റ്മോസിൽ
ലിസ്റ്റിൽ കണ്ടിട്ടില്ല എങ്കിൽ കൂടി ഇത് അത്യാവശ്യം നല്ല എഫക്റ്റ് ഉള്ള ഒരു ഡീറ്റെയിൽസ് ട്രാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അറ്റ്മോസിനെ വെയിറ്റ് ചെയ്യുവാണ്. അതേസമയത്ത് ഇതിൻ്റെ LFE ലോ ഫ്രീക്വൻസി എഫക്ട്സ് എന്ന് പറഞ്ഞ് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ പല മൂവീസിലും ആക്ഷൻ മൂവീസിലായാലും വളരെ വലിയ ലൗഡ് സീൻസ്, അത് എക്സ്പ്ലോഷൻ സീൻസ് വരുമ്പോഴാണ് നമ്മുടെ സീറ്റ് കാര്യങ്ങൾ എല്ലാം, ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ ശരി, ഹോം തിയേറ്ററിൽ സെറ്റപ്പ് ഉള്ളതായാലും ശരി, ഈ സീറ്റ് കാര്യങ്ങൾ ജനലുകളെല്ലാം വൈബ്രേറ്റ് ചെയ്യേണ്ടത് നോർമലി വളരെ ലൗഡ് ആയിട്ടുള്ള സീൻസിലാണ്. പക്ഷെ അതേ സമയത്ത് LFE എന്ന് പറയുമ്പോഴേക്കും വളരെ ലോ ഫ്രീക്വൻസി, കാരണം അത്രയും സൈലൻസിൽ പോലും ഈ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. കാരണം ഇതിൽ പല സീൻസിലും ഇത് നല്ലപോലെ എവിഡൻ്റ് ആണ്. കാരണം അത്രയും സൈലൻറ്റ് വരുന്ന പോർഷനിൽ പോലും മ്യൂസിക് വെച്ചിട്ട് ഈ സീറ്റ്സ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സറൗണ്ട് എഫക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം ഞാനൊരു റൊട്ടേറ്റിംഗ് സീൻ ഈ ഫുട്ടേജിൻ്റെ സാമ്പിളിൽ കാണിച്ചിട്ടുണ്ട്. ആ സീനിലൊക്കെ അത്യാവശ്യം ഫുള്ളി സ്പീക്കേഴ്സ് എല്ലാം ആക്റ്റീവാണ്. പിന്നെ ഇതിൽ കൂടുതലും ഇവർ ഈ സ്യൂട്ടിനകത്തായതുകൊണ്ട് തന്നെ റെയർ സ്പീക്കേഴ്സിൽ ഇവർ സ്യൂട്ടിനകത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ എവിഡൻ്റ് ആയിട്ട് കേൾക്കുന്നത്. പിന്നെ സൗണ്ട് എഫക്ട്സിനെ എടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ലാസ്റ്റ് ഈ സ്പേസ് ഷിപ്പ് വന്ന് വെള്ളത്തിൽ വീഴുന്നതും വെള്ളം ഇതിനകത്തേക്ക് കയറുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഇവർ മുങ്ങിയും താന്നും വരുമ്പോഴേക്കും ആ സൗണ്ട് അതനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. അത് അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പർട്ടിക്കുലർ സീന്. സ്പെഷ്യൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എക്സ്ക്ലൂസീവ് ആയിട്ട് ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ മൂവിയിൽ ഒരു പർട്ടിക്കുലർ സീനുണ്ട്, അത് അത്യാവശ്യം ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മൂവി മൊത്തം കാണുമ്പോൾ. കാരണം ഇതിൽ മൂവിയുടെ മിഡിലൊക്കെ എത്തുമ്പോഴേക്ക് ഈ സാൻഡ്ര ബുള്ളക്കിന് എല്ലാം നഷ്ടപ്പെട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷനകത്തിരുന്ന ഒരാളെ കോൾ ചെയ്യുന്നുണ്ട്. ചൈനീസ് സ്പേസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്തെങ്കിലും കേൾക്കണം എന്നാണ്, മീൻസ് ഒരു ഹെൽപ്പ് കിട്ടണം എന്ന രീതിയിലാണ് വിളിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന സംസാരിക്കുന്ന ഒരാൾ വളരെ അവർക്ക് യൂസ് ഇല്ലാത്തൊരു രീതിയിലാണ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. കാരണം ഒരു ഡോഗിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഡോഗിനെ പറ്റി റെഫർ ചെയ്യുന്നുണ്ട്, ഒരു ബേബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ബേബിയെ പറ്റി റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ സൗണ്ടുകളെല്ലാം കേൾക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് സീനിൽ ഇവർ ഹാലുസിനേറ്റിംഗ് സ്റ്റേജിലോട്ട് പോകും. ഈ ഹാലുസിനേറ്റിംഗ് സ്റ്റേജ് ഞാൻ റീറ്റെയിലായിട്ട് പറയാം. ഈ സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും ഈ സൗണ്ട് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഈ ആരാണ് അപ്പത്തുനിന്ന് സംസാരിച്ചതെന്നൊന്നും റെഫർ ചെയ്യുന്നില്ല മൂവിക്കകത്ത്. പക്ഷെ അതേ സമയത്ത് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതായത് എക്സ്ക്ലൂസീവായിട്ട് ബ്ലൂറേസിൽ വരുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം അതിൻ്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു, അതിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, അതെല്ലാം നല്ലപോലെ കിട്ടുന്നൊരു കാര്യമാണ് ഈ ഫിസിക്കൽ മീഡിയ. എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം ഈ ഷോർട്ട് ഫിലിം കാണിക്കുന്നത് വെച്ചാൽ അപ്പത്താരാണ് സംസാരിച്ചത്, അതൊരു ആക്ച്വലി ചൈനീസ് പേഴ്സൺ ആണ് സംസാരിക്കുന്നത്. അവരെവിടെ നിന്നാണ് സംസാരിച്ചത്, ആ ബേബിയുടെ വോയിസ് എവിടെ നിന്നാണ്, ഡോഗിൻ്റെ വോയിസ് എവിടെ നിന്നാണ്, ഇതെല്ലാം ആ ഷോർട്ട് ഫിലിമിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ് സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. Nobody will mourn for me. No one will pray for my soul. Will you mourn for me? Will you say a prayer for me? Or is it too late? I mean, I'd say one for myself, but I've never prayed in my life. Can I have a baby with you? Huh? പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു ഹാലുസിനേറ്റിംഗ് സ്റ്റേജ്, ഈ ഹാലുസിനേറ്റിംഗ് സ്റ്റേജിൽ ഇവർക്ക് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ഡെഡായിപ്പോയി എന്ന് വിചാരിച്ചൊരു ആൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും അതൊരു ഹാലുസിനേറ്റിംഗ് സ്റ്റേജ് തന്നെയാണ്. ഈ പുള്ളി വന്നിട്ട് ഇത് ഡോർ ഓപ്പൺ ചെയ്യും, അതായത് ഈ സ്പേസ് ഷട്ടിലിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് വാക്വമാണ്. അപ്പോൾ ആ ഓപ്പൺ ചെയ്യുന്ന പോയിന്റിൽ ഡെഡ് സൈലൻസ് കിട്ടും. അതായത് ഒരു രീതിയിൽ സൗണ്ട് ഇല്ലാതെ അത് മ്യൂട്ട് ചെയ്തൊരു എഫക്റ്റാണ് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലാണ്. കാരണം ഇത്രയും വലിയൊരു LFE എല്ലാം കേട്ടിട്ട് സ്റ്റിൽ പെട്ടെന്നൊരു സെക്കൻഡിൽ സൈലൻസിലേക്ക് പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എഫക്റ്റാണ് കിട്ടിയത്. വളരെ ചെറിയ റൺ ടൈം കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ക്രീൻ പ്ലേ തന്ന ഒരു മൂവിയാണ് ഗ്രാവിറ്റി. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നി ഈ മൂവി. കാരണം ഇതിലൊരു ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ ജസ്റ്റ് എല്ലാം പെട്ടെന്ന് കയറി ആ സ്പേസ് സ്റ്റേഷനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഒരു വോമ്പിനകത്ത് കിടക്കുന്ന, ഒരു ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്ന ഒരു ഷോട്ട് പോലൊരു റിസംബ്ലിംഗ് ഷോട്ടുണ്ട്. അതേസമയത്ത് എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് എത്തി നടന്നു തുടങ്ങുന്ന ഒരു ഷോട്ടും ഉണ്ട്. ജസ്റ്റ് അതൊരു ഒരു പുനർജന്മത്തിൻ്റെ ഒരു റെഫറൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ബേബി ആയിട്ട് കാണിക്കുന്നുണ്ട്, സ്റ്റിൽ നടക്കാൻ കഷ്ടപ്പെടുന്നതായിട്ട്. കാരണം ഇത്രയും നാൾ സ്പേസിലായിരുന്നു. അപ്പം ആ ഡിഫറൻസ് ഉണ്ട്. ഈ ഭൂമിയിൽ കാല് വെച്ച് നടന്നു തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും. ഇതെല്ലാം അത്രയും സിംബോളിക്കായിട്ട് മെറ്റഫറായിട്ട് കാണിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടൊരു മൂവിയായി ഗ്രാവിറ്റി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.